ലോൺ അപ്ലൈ ചെയ്തത് ഓൺലൈനിലായിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ആദ്യം ഒരു 25% നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്ലൈ ചെയ്ത ലോൺ ഒരു 300,000 ഉള്ളൂ. അവർ 25% അടയ്ക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പേയ്മെൻറ്റ് കൂടി നടത്തണം. അത് അടച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ഇനിയൊരു പ്രോസസ്സിന് ഒരു 3 to 6 months എടുക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളതൊരു VIP ചാനലിലേക്ക് മാറ്റണം. VIP ചാനലിൽ മാറ്റുന്നതിന് വീണ്ടും ഒരു പേയ്മെൻറ്റ് നടത്തണം. അങ്ങനെ എന്തിനു പറയുന്നു, പലതവണ പല റീസൺസ് പറഞ്ഞ് ഇദ്ദേഹം 180,000 അടച്ചു. ഇപ്പോൾ ആ കേസ് ഇവിടുന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർ അഡ്രസ്സ് കാണിക്കുന്നത് ഹരിയാന എവിടെയൊക്കെയാണ്. സൈബർ തട്ടിപ്പുകൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഓഫീസൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം അവർ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് ഇവർ പൈസ അയക്കുന്നത്. ഇതിപ്പോൾ ചില ട്രേഡിങ്ങിനായിരിക്കാം, കമ്മോഡിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോൺ ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും ഇവർ നമ്മുടെ ഇന്ന് പൈസ മേടിക്കുന്നത്. പക്ഷേ ആക്ച്വലായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വലിയ രാജ്യങ്ങളിലായിരിക്കും. അതായത് ഒരു ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ നൈജീരിയ അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആയിരിക്കും. അപ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ സേവ് ചെയ്തുണ്ടാക്കുന്ന പൈസകൾ മൾട്ടിപ്പിൾ ചെയ്യാനോ അല്ലെങ്കിൽ ലോൺ മറ്റ് പർപ്പസുകളായിട്ടോ ഒന്നും ഇത്തരം പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പല വിധത്തിലുള്ള അവെയർനെസ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സമയത്ത് ചിലർ പെട്ടുപോവാണ്. ഇത്തരം പൈസ നഷ്ടപ്പെട്ട കസ്റ്റമേഴ്സും വരും, അതുമാതിരി കേസാക്കിയുള്ള കമ്പനികളും വരും. ഇവർ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആദ്യം ഇവരുടെ കയ്യിലുള്ള പൈസയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്. പിന്നെ അതിനുശേഷം ക്രെഡിറ്റ് കാർഡിലോ ലോണൊക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടായിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. അവസാനം വലിയൊരു ആപത്തിൽ ചെന്ന് വീണതിന് ശേഷമായിരിക്കും ഇവർക്ക് തിരിച്ചറിയുക ഇതൊരു തട്ടിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടുള്ള ട്രേഡിങ്ങിലോ ലോണോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്.